ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ഓഫ് തോട്ടുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റനും അതിന്റെ എക്സ്പ്ലനേഷനുമാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ സ്കൂൾ ഓഫ് തോട്ടുകളെയാണ്. ക്ലാസിക്കൽസ് മുതൽ ന്യൂ കെനീഷ്യൻസ് വരെയുള്ള സ്കൂൾ ഓഫ് തോട്ടുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായി. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ സെഷനിലേക്ക് വരിക. അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സെഷൻസ് ഡിഫറെന്റ് എക്കണോമിക്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UGC നെറ്റ്, കേരള സെറ്റ്, HSST എക്കണോമിക്സ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സാംസിന് എന്തെങ്കിലും അസിസ്റ്റൻസോ കാര്യങ്ങളോ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ലൈവ് സെഷൻസൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല ഫ്രീ റിസോഴ്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാംസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്രീ സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു ക്രോണോളജി ടൈപ്പ് ക്വസ്റ്റൻ ആണ്. 2021-22 സൈക്കിളിൽ ചോദിച്ചിരിക്കുന്നതാണ്. അറേഞ്ച് ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് ഇൻ എ സീക്വൻസ് ഓഫ് ദെയർ ഒക്യുറൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഓൾഡസ്റ്റ്. ഫിസിയോക്രാറ്റ്സ്, കെനീഷ്യൻ എക്കണോമിക്സ്, ക്ലാസിക്കൽ എക്കണോമിക്സ്, ന്യൂ കെനീഷ്യൻ എക്കണോമിക്സ്, മോണിറ്ററിസ്റ്റ്, കൗണ്ടർ റവല്യൂഷൻ. നമ്മൾ ക്രോണോളജി അനുസരിച്ച് ഓൾഡസ്റ്റ് മുതൽ ഉള്ള ക്രോണോളജി അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്കൂൾ ഓഫ് തോട്ടുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് മെർക്കന്റലിസ്റ്റ് ആണ്. അപ്പൊ മേജർ സ്കൂൾ ഓഫ് തോട്ട്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക മെർക്കന്റലിസ്റ്റ് ഐഡിയ ആണ്. അതിനുശേഷമാണ് ഫിസിയോക്രാറ്റ്സ് വരിക. ഫിസിയോക്രാറ്റ്സിന് ശേഷമാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് വരിക. ക്ലാസിക്കൽ എക്കണോമിക്സ് 1930s ഗ്രേറ്റ് ഡിപ്രഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അതിന്റെ ചലഞ്ചസിന്റെ ഭാഗമായിട്ടാണ് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് വരുന്നത്. കെനീഷ്യൻ സ്കൂളിന് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് മറ്റ് സ്കൂൾ ഓഫ് തോട്ടുകളായുള്ള മോണിറ്ററിസ്റ്റ്, കൗണ്ടർ റവല്യൂഷനും ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സും ന്യൂ കെനീഷ്യൻ എക്കണോമിക്സും വരും. അപ്പൊ ഇങ്ങനെ 7 മേജർ സ്കൂൾ ഓഫ് തോട്ടുകളെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ആദ്യം അതാണ് മെർക്കന്റലിസം ഉണ്ട്, ഫിസിയോക്രാറ്റ്സ്, ക്ലാസിക്കൽ എക്കണോമിക്സ്, കെനീഷ്യൻ എക്കണോമിക്സ്, മോണിറ്ററിസ്റ്റ്, കൗണ്ടർ റവല്യൂഷൻ, ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ്, ന്യൂ കെനീഷ്യൻ എക്കണോമിക്സ്. അപ്പൊ ഇതാണ് കൃത്യമായിട്ടുള്ള ക്രോണോളജി. അപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ നമുക്ക് എന്താണ് ഫിസിയോക്രാറ്റ്സ് മുതലുള്ള തന്നിരിക്കുന്നത്. അപ്പം ഏതാണ് മെർക്കന്റലിസം കഴിയുമ്പോഴാണ് ഫിസിയോക്രാറ്റ്സ് വരിക. ദെൻ അതിനുശേഷം AC ക്ലാസിക്കൽ എക്കണോമിക്സ്, ക്ലാസിക്കൽ എക്കണോമിക്സിന് ശേഷം B ഏതാണ് കെനീഷ്യൻ എക്കണോമിക്സ്, കെനീഷ്യന് ശേഷം മോണിറ്ററിസ്റ്റ്, കൗണ്ടർ റവല്യൂഷൻ, ദെൻ അതിനുശേഷം ന്യൂ ക്ലാസിക്കൽസ് ആണ് വരേണ്ടത്. അത് തന്നിട്ടില്ല. ന്യൂ ക്ലാസിക്കലിന് ശേഷമാണ് ന്യൂ കെനീഷ്യൻ വരിക. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. ഏതാണ് ACBED. ACBED ആണ്. ഓപ്ഷൻ D ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഗിവൻ സ്കൂൾ ഓഫ് തോട്ട് ഇൻ മാക്രോ എക്കണോമിക്സ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ഫ്രം ദി ഓൾഡസ്റ്റ് ടു ദി മോസ്റ്റ് റീസെന്റ് വൺ. അപ്പം ഇവിടെയും ക്രോണോളജി ആണ്, ഓൾഡസ്റ്റ് തൊട്ടാണ് അറേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കെനീഷ്യൻ എക്കണോമിക്സ് തന്നിട്ടുണ്ട്, ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് തന്നിട്ടുണ്ട്, ദെൻ ക്ലാസിക്കൽ സ്കൂൾ തന്നിട്ടുണ്ട്, ന്യൂ കെനീഷ്യൻ സ്കൂൾ തന്നിട്ടുണ്ട്, മോണിറ്ററിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത് ഏതാണ്? മെർക്കന്റലിസം ആണ്. മെർക്കന്റലിസം തന്നിട്ടില്ല. ഫിസിയോക്രാറ്റ്സ് ആണ് അടുത്തത് വരേണ്ട. ഫിസിയോക്രാറ്റ്സും തന്നിട്ടില്ല. അതിനുശേഷം ക്ലാസിക്കൽസ് ആണ് വരേണ്ടത്. അപ്പൊ ക്ലാസിക്കൽസ് C ആണ് ആദ്യം വരിക. ക്ലാസിക്കൽസിന് ശേഷമാണ് കെനീഷ്യൻസ്, CA ആണ് വരിക. ദെൻ അതിനുശേഷം മോണിറ്ററിസ്റ്റ് വരണം, E. ദെൻ മോണിറ്ററിസ്റ്റിന് ശേഷമാണ് ന്യൂ ക്ലാസിക്കൽസ് വരിക. ദെൻ അതിനുശേഷം ന്യൂ കെനീഷ്യൻസ് വരിക. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. CAEBD ആണ് റൈറ്റ് ആയിട്ട് വരിക. ക്ലാസിക്കൽസ്, കെനീഷ്യൻസ്, മോണിറ്ററിസ്റ്റ്, ന്യൂ ക്ലാസിക്കൽസ്, ന്യൂ കെനീഷ്യൻ സ്കൂൾ. അപ്പൊ അതാണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ D ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. റാഷണൽ എക്സ്പെക്ടേഷൻ ഡോക്ട്രിൻ, കെനീഷ്യൻ എക്കണോമിക്സ്, മോണിറ്ററിസം, ക്ലാസിക്കൽ എക്കണോമിക്സ്. അപ്പൊ ഇവിടെയും നമ്മൾ ക്രോണോളജി അനുസരിച്ച് അറേഞ്ച് ചെയ്യാം. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതാണ്? ക്ലാസിക്കൽസ് ആണ് ആദ്യം വരേണ്ടത്. ക്ലാസിക്കൽസിന് ശേഷം കെനീഷ്യൻ എക്കണോമിക്സ് വരണം. കെനീഷ്യൻ എക്കണോമിക്സിന്റെ ഫെയിലിയർ, സ്റ്റാഗ്ഫ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഏത് വരുന്നത്? മോണിറ്ററിസം വരുന്നത്. അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ്. അപ്പൊ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ് ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഡോക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ന്യൂ ക്ലാസിക്കൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞ എവിടെയാണ്? ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. അപ്പം ന്യൂ ക്ലാസിക്കൽസിന്റെ ഡോക്ടറിനാണ് ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഡോക്ടറിൻ വരുന്നത്. ദെൻ അതുപോലെ തന്നെ ന്യൂ കെനീഷ്യൻ സ്കൂളിലേക്ക് വരുമ്പോൾ അവർ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ന്യൂ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ്. അപ്പൊ ക്ലാസിക്കൽസിന്റെ ഫെയിലിയർ ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്ത് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് കെനീഷ്യൻ വരുന്നു. കെനീഷ്യൻ സ്കൂളിന് ഈ സ്റ്റാഗ്ഫ്ലേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ മോണിറ്ററിസവും അതുപോലെ തന്നെ
ഈ പറയുന്ന പോലെ ഏതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സും ന്യൂ കെനീഷ്യൻ എക്കണോമിക്സും വരുന്നു. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഡി ബി സി എ, ഡി ബി സി എ ആണ് റൈറ്റ് ആയിട്ട് വരിക. അടുത്തത് 2023 ഡിസംബറിലെ ക്വസ്റ്റൻ ആണ്. ഗിവൺ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മേജർ സ്കൂൾ ഓഫ് തോട്ട് ഇൻ മാക്രോ എക്കണോമിക് സ്റ്റേറ്റ് വിച്ച് വൺ ആർ കറക്റ്റ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ടുകളുടെ മേജർ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റുകൾ നോക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ കെനീഷ്യൻ ബിലീവ്ഡ് ഇൻ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ. The monetarists highlighted the importance of money in the economic system and that of expectations in the analysis of inflation. The classical school believed in invisible hand and the efficiency of the market mechanism. The new Keynesian make use of the assumption of imperfect market in their framework. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ്ലി അനലൈസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, the Keynesian believed in wage price flexibility and highlight the role of aggregate supply. വളരെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ക്ലാസിക്കൽസിലാണ്. ക്ലാസിക്കൽസിലും അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽസിലുമാണ് ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. അഗ്രഗേറ്റ് സപ്ലൈക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതും ഈ ക്ലാസിക്കൽസും ന്യൂ ക്ലാസിക്കൽസും ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കെനീഷ്യൻസ് ബിലീവ് ചെയ്യുന്നത് വേജ് പ്രൈസ് റിജിഡിറ്റി ആണ്, അതുപോലെ തന്നെ അഗ്രഗേറ്റ് ഡിമാൻഡിനാണ് ഈ കെനീഷ്യൻ എക്കണോമിക്സ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. Statement 2, the monetarism highlight the importance of money in the economic system and that of expectation in the analysis of inflation. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മോണിറ്ററിസ്റ്റ് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന മണി സപ്ലൈക്കാണ്. മണി സപ്ലൈക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ പോലുള്ള ഹൈപ്പോത്തിസുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ലോങ് ടേം ഫിലിപ്സ് കർവിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് മോണിറ്ററിസ്റ്റ്. അപ്പൊ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ബി പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ, the classical school believed in the invisible hand and efficiency of market mechanism. വളരെ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻവിസിബിൾ ഹാൻഡും അതുപോലെ തന്നെ മാർക്കറ്റ് മെക്കാനിസത്തിന്റെ എഫിഷ്യൻസിക്കും ആര് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? ക്ലാസിക്കൽ സ്കൂൾസ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് വൺ, the new Keynesian make use of the assumption of imperfect market in the ഫ്രെയിംവർക്ക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ന്യൂ കെനീഷ്യൻസ് ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പം ഈ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്നുള്ളത് വളരെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ന്യൂ കെനീഷ്യൻ എക്കണോമിക്സിന്റെ. അപ്പൊ മറ്റു സ്കൂൾ ഓഫ് തോട്ടുകളെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അസ്യൂം ചെയ്തത്. ന്യൂ കെനീഷ്യൻസ് ആണ് ഈ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ബി സി ഡി റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അഗെയിൻ സിമിലർ ക്വസ്റ്റൻ ആണ്. ഡിസംബർ 2024 ചോദിച്ചിരിക്കുന്നതാണ്. ഗിവൺ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മേജർ സ്കൂൾ ഓഫ് തോട്ട് ഇൻ മാക്രോ എക്കണോമിക് സ്റ്റേറ്റ് വിച്ച് വൺ ആർ കറക്റ്റ്. The new Keynesians assume rational expectation and market imperfections and highlight the role of aggregate demand. The monetarists assume rational expectation, non-competitive market and highlight the role of monetary policy. The new classicals assume rational expectation, competitive market and highlight policy irrelevance. The classicals assumes a competitive, a frictionless economy and highlight the policy ineffectiveness. The Keynesian assume the wage price flexibility and highlight the policy effectiveness. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ റൈറ്റ് സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് ഏതാ? കെനീഷ്യൻ അസ്യൂം വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈലൈറ്റ് ദ പോളിസി എഫക്റ്റീവ്നെസ് അല്ല. ഇവിടെ പോളിസി എഫക്റ്റീവ്നെസിനെ കുറിച്ച്, ഗവൺമെന്റ് പോളിസി എഫക്റ്റീവ്നെസിനെ കുറിച്ച് കെയ്ൻസ് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി കെനീഷ്യൻ ഐഡിയ അല്ല. അത് ക്ലാസിക്കൽസിന്റെയും ന്യൂ ക്ലാസിക്കൽസിന്റെയും ഐഡിയ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇ തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി ഓപ്ഷൻ എന്താണ്? എലിമിനേറ്റ് ചെയ്ത് പോവാണ്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ the new Keynesian assume rational expectation and market imperfection and highlight the role of aggregate demand. വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ന്യൂ ക്ലാസിക്കൽസിന്റെ ഐഡിയാസ് ഉള്ള റാഷണൽ എക്സ്പെക്ടേഷനെ ആരെടുക്കുന്നുണ്ട്? ന്യൂ കെനീഷ്യൻ എക്കണോമിക്സ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ന്യൂ കെനീഷ്യൻസ് സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞ ബൗണ്ടറി റാഷണാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ന്യൂ റാഷണൽ എക്സ്പെക്ടേഷൻസ് എന്താണ്? ന്യൂ കെനീഷ്യൻസിന്റെ ഒരു അസംഷൻ ആണ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്, നോൺ കോർഡിനേഷൻ ഫെയിലിയറിലെയും അതുപോലെ തന്നെ ഏതാണ് നോൺ മാർക്കറ്റ് ക്ലിയറിംഗ് അസംഷൻസും ഒക്കെ എവിടെയാണ്? ന്യൂ കെനീഷ്യൻ സ്കൂളിലാണ് കാണാൻ സാധിക്കുക. അപ്പൊ എ റൈറ്റ് ആണ്.
അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ മോണിറ്ററീസ് അസ്യൂം റാഷണൽ എക്സ്പെക്ടേഷൻ അല്ല, മോണിറ്ററീസ് ഒരിക്കലും റാഷണൽ എക്സ്പെക്ടേഷൻ അല്ല, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആൻഡ് ഹൈലൈറ്റ് ദ റോൾ ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസിനെ കുറിച്ച് മോണിറ്ററിസം പറയുന്നുണ്ട്, പക്ഷേ റാഷണൽ എക്സ്പെക്ടേഷനോ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റോ അല്ല അവിടെ അസ്യൂം ചെയ്യുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ഇനി ന്യൂ ക്ലാസിക്കൽസ് അസ്യൂം റാഷണൽ എക്സ്പെക്ടേഷൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആൻഡ് ഹൈലൈറ്റ് ദ പോളിസി ഇറലെവൻസ്. റൈറ്റ്, വളരെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻ ആണ് അവർ അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പോളിസി ഇറലെവൻസിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ, പോളിസി ഇൻഎഫക്റ്റീവ് പ്രൊപ്പോസിഷനും പറയുന്നുണ്ട്. ദെൻ നാലാമത്തത് ദ ക്ലാസിക്കൽ അസ്യൂം കോമ്പറ്റീറ്റീവ് ഫ്രിക്ഷൻലെസ് എക്കോണമി ഹൈലൈറ്റ് പോളിസി ഇറലെവൻസ്. ഗവൺമെന്റ് ഏതാണ് ലേസേഴ്സ് ഫെയർ പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും റൈറ്റ് ആണ്. അപ്പൊ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ACD ആണ്. ACD ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരിക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന സ്കൂൾ ഓഫ് തോട്ട്സുകളുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. താങ്ക് യു.